ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ടി സീരീസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഡോങ്കി സോങ് പുറത്തിറങ്ങി. പിന്നെ ഡിമോന്റെ കോളനി 2 എന്ന് പറഞ്ഞ പടത്തിന്റെ വേൾഡ് ഡിജിറ്റൽ ആൻഡ് സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തതിലുള്ളത് ജി ആണ്. എന്നുവെച്ചാൽ ഡിജിറ്റൽ പാർട്ണർ G5 ആണ്, സാറ്റലൈറ്റ് പാർട്ണർ ജി തമിഴും ജി തെലുങ്കും ആണ്. പിന്നെ ഹണ്ട് എന്ന് പറഞ്ഞ ഭാവന്റെ പടത്തിലത്തെ അജ്മൽ അമീറിന്റെ പേര് ASP സൈറാം എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ രഞ്ജി മണിക്കാരന്റെ പേര് ഡോക്ടർ പത്മനാഭ രാമസ്വാമി എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയത് അത് 50 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ അമരൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഡബിങ് തീർത്തിട്ടുണ്ട് സായി പല്ലവി. പിന്നെ ചന്തു ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ മഹേഷ് ബാബുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മുരാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം റിലീസ് ചെയ്തിരുന്നു ആളുടെ. അത് 2.93 CR എന്ന് വെച്ചാൽ 2.93 കോടിയോളം ഫസ്റ്റ് ഡേയിൽ നേടിയിട്ടുണ്ട് റിലീസ് ചെയ്ത പടം. പിന്നെ മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്ക് മൈ ഷോയിലുള്ള ഇൻട്രസ്റ്റ് 101K+ ആയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 6 days to go 5 days to go എന്ന് പറഞ്ഞിട്ടുള്ള 2 പോസ്റ്ററും വന്നു. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ആരവിക്കി സാറിന്റെ പോസ്റ്ററാണ്. പിന്നെ വേറെ മാതിരി ഓഫീസ് എന്ന് പറഞ്ഞ സീരീസിന്റെ സീസൺ 2 വരാൻ പോവാണ് ഓഗസ്റ്റ് 15. പിന്നെ ഡബിൾ ഐസ്മാർട്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ ബിഗ് ബുൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ആ പടത്തിന്റെ ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിൽ 100K+ ആയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ കാനഡയിലും പല സ്ഥലത്തുള്ള ബുക്കിംഗ് ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന് 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും അതുമാതിരി 5 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും വന്നു. പിന്നെ പടത്തിന് A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേദ എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രാമിന്റെ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ വേദ എന്ന് പറഞ്ഞ പടത്തിലത്തെ ജറൂരത്ത് സേ സിയാദ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ സ്ത്രീ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ മുഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞ പടത്തിന്റെ പുതിയ ട്രെയിലർ വന്നു. പടം ഡിസംബർ 20 തിയേറ്ററിൽ ഇറങ്ങിയ. പിന്നെ മണിച്ചിത്രത്താഴ് റിലീസിന് ഒരുക്കുകയാണ് ഓഗസ്റ്റ് 17. ഓൾറെഡി പറഞ്ഞതായിരുന്നു. അതിപ്പോൾ പിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനിൽ വരുന്നുള്ള പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ ക്യൂബിൻ്റെ സ്ക്രീനിൽ. പിന്നെ മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് 16 ഇത് സ്ട്രീമിംഗ് ആവുക. പിന്നെ കെൽമേൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഡു യു നോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഡയറക്ടർ വാലി മോഹൻദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷയതുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ ഹൈഡൻ ഷീക്ക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു. പിന്നെ മൂക്കുത്തി അമ്മൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം വരുന്നുണ്ട് പറഞ്ഞിരുന്നു. അത് സുന്ദർ സി ആയിരിക്കും ഡയറക്ഷൻ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. 9 പടമാണ്. പിന്നെ പെപ്പ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരുന്നു. അത് KRG സ്റ്റുഡിയോസാണ് റിലീസിന് എത്തിക്കുന്നത്. പിന്നെ വാഴ എന്ന് പറഞ്ഞ പടത്തിലത്തെ പാതവതി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 6 മണിക്ക് വരും എന്നുള്ള അറിയിച്ചു. പിന്നെ ലാറ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വിജയ് സേതുപതി ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കടൈസി ഉലകപ്പോർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴിൻ്റെ പടം. ആ പടത്തിലത്തെ ബൂംബാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ അതിൽ 360 മോഹൻലാലിൻ്റെ 360 പടത്തിൽ നിന്ന് ഒരു സ്റ്റിൽ പുറത്ത് വന്നു. പിന്നെ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോഴത്ത്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഹോട്ട്സ്പോട്ട് 2 മച്ച് എന്ന് പറഞ്ഞിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് MTയുടെ ആന്തോളജി വീഡിയോ വരാൻ പോകുന്നുണ്ട്. ഓഗസ്റ്റ് 15 പടത്തിൻ്റെ റിലീസ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് 12 വരും എന്നുള്ള അറിയിച്ചു. പിന്നെ വരുന്തേജിൻ്റെ മട്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വരാൻ പോവുകയാണ് നാളെ 11:07 രാവിലെ. പിന്നെ SK23 ശിവകാർത്തിൻ്റെ 23ാമത്തെ പടം AR മുരുകദാസ് എടുക്കുന്ന പടം. ആ പടത്തിൻ്റെ അപ്ഡേറ്റ് എന്തോ ഒന്ന് വരുന്നുണ്ട് 5:49 എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഡിമോൻ്റെ കോളനി 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് ഇന്ന് മുതൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് ഇന്ന് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ 7 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ 7G എന്ന് പറഞ്ഞിട്ടുള്ള പടം OTT സ്ട്രീമിംഗ് ആവുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഗോളം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നിന്ന് പടം പുറത്തിറങ്ങിയിരുന്നു. അത്യാവശ്യം നല്ല അഭിപ്രായമായിട്ട് പടമാണ്. ആ പടം ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം ഇപ്പോൾ സോണി ലെവലിൽ സ്ട്രീമിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെ GCCയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാസ്റ്റ് ഫിലിംസാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞ പടത്തിന് UBARIA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. പടം ഓഗസ്റ്റ് 15 റിലീസാണ്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നല്ല പടമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പടം എടുത്തിട്ടുണ്ടായിരുന്നു ജോഫിൻ ടി ചാക്കോ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ആ പടത്തിന് ശേഷം ആളെടുക്കാൻ പോകുന്ന പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വരാൻ പോവാണ് നാളെ. അതിൽ ആസിഫ് അലി അഭിനയിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കാവ്യ പ്രൊഡക്ഷൻ നമ്പർ 7 എന്ന് പറഞ്ഞിട്ടാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ലുക്ക് നാളെ ദുൽഖർ സൽമാനാണ് പുറത്തിറക്കുന്നത് രാവിലെ 10 മണിക്ക്. പിന്നെ വേട്ടയാന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ കുറച്ച് ആൾക്കാരെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഋതിക സിംഗ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആ പടത്തിൽ തന്നെ ഫഹദ് ഫാസിലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമിതാഭ് ബച്ചനും രജനീകാന്തും ഫഹദ് ഫാസിലും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്ത് വന്നിരുന്നു. പിന്നെ മാരീസ് എന്ന് പറഞ്ഞിട്ട് വടിവേലും ഫഹദ് ഫാസിലും അഭിനയിക്കുന്ന ഒരു പടമുണ്ട്. ആ പടത്തിൽ നിന്ന് ഫഹദ് ഫാസിലിൻ്റെ ബർത്ത്ഡേ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 29 ആയിട്ട് വരുന്ന പടമാണ് ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പടം. പിന്നെ പ്രൊഡക്ഷൻ നമ്പർ 31 ആയിട്ട് വരുന്ന പടമാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന ഒരു പടം. അതിന് മുന്നേ പ്രൊഡക്ഷൻ നമ്പർ 30 എന്ന് പറഞ്ഞിട്ട് പടം വരുന്നുണ്ട്. അത് ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന പടമാണ്. ആ പടം ഇപ്പോൾ ആക്ഷൻ ത്രില്ലർ ജനറിൽ വരുന്ന പടമാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലുള്ള ഒരു കഥയെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും 16 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് രഞ്ജി മണിക്കർ
സംവിധാനത്തിലേക്ക് വരുന്നത്. അത് ഈ പടത്തിലൂടെയാണ്, ഫഹദ് ഫാസിലിൻ്റെ പടത്തിലൂടെ. എന്തായാലും എൻ്റെ ഒരു ചെറിയ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞിട്ട്. ഫേസ് റിവീലിംഗ് ഒന്നും നടന്നിട്ടില്ല, എന്നാലും ചെറിയൊരു ഷേഡോ മാതിരി കാണിച്ചിട്ടുണ്ട് എന്നുള്ളൂ. പിന്നെ പടത്തിൻ്റെ ടൈറ്റിൽ റിവീലിംഗ് സൂൺ എന്ന് കൊടുത്തിട്ടുള്ളത്, എന്ന് വെച്ചാൽ അടുത്ത് തന്നെ അതിൻ്റെ ടൈറ്റിൽ അറിയിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഈ പടം കൺഫേം ആയിരിക്കുകയാണ്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഒരു പോസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. ഒരു ഗംഭീര പോസ്റ്ററായിട്ടാണ് തോന്നിയത്. ഹാപ്പി ബർത്ത്ഡേ ബൻവർ സിംഗ് ഷിക്കാവത്ത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഈ പോസ്റ്റർ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവതാറിൻ്റെ അടുത്ത ഭാഗത്തിൻ്റെ പേര് അവതാർ ഫയർ ആൻഡ് ആഷ് എന്നാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പടം ഡിസംബർ 19, 2025 പുറത്തിറങ്ങിയെന്നുള്ള ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ NTR നീൽ, NTRന് 31ാമത്തോളം പ്രശാന്ത് നീൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ NTR നീൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ പൂജ ഇന്നലെ നടക്കുന്നുള്ള മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂജ ഒക്കെ നടന്നിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ഫോട്ടോസും സ്റ്റിൽസും ഒക്കെ വന്നിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പ്രശാന്ത് നീലിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ 20 വർഷമായിട്ട് ആൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പടം നന്നായി കഴിഞ്ഞാൽ ആൾക്കല്ലത് അത്ര ഉള്ളൂ. പിന്നെ പടത്തിൻ്റെ റിലീസ് എന്താണെന്നുള്ള അറിയിച്ചിട്ടുണ്ട് അവർ. NTR നീലിന് കൊടുത്തിട്ട് മൈത്രി മൂവി മേക്കേഴ്സാണ് പടം എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിൻ്റെ റിലീസ് ജനുവരി 9, 2026 എന്ന് വെച്ചാൽ പൊങ്കലിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോൾ 2026 റിലീസ് വരുന്നത്. പിന്നെ NTRൻ്റെ നായികയായിട്ട് ഈ പടത്തിൽ വരുന്നത് രശ്മിക മന്ദാന എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒഫീഷ്യലി കൺഫേം ആയിട്ടൊന്നുമില്ല, പക്ഷേ കൺഫേം ആയ രീതിയിലാണ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജ എന്നാലും നടക്കുമെന്ന് പറഞ്ഞിരുന്നു, അത് നടന്നിട്ടുണ്ട്. പിന്നെ ഈ പൂജ നടന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, സ്റ്റിൽസൊക്കെ. ഗീതു മോഹൻദാസാണ് പടം എടുക്കുന്നത്. പിന്നെ റൂസോ ബ്രദേഴ്സ് ധനുഷിനെ മാർവൽ സ്റ്റുഡിയോസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡൂംസ്ഡേ എന്ന് പറഞ്ഞ പടത്തിലേക്കാണോ ഇനിയിപ്പോൾ വേറെ അതുപോലെ അവഞ്ചേഴ്സ് പടങ്ങൾക്കാണോ എന്നുള്ള അറിയില്ല. എന്തായാലും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഇപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജയിലർ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായിരിക്കുകയാണ്. അപ്പോൾ ജയിലർ 2 ഉണ്ട് എന്നുള്ള മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് എന്ന് വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. എന്തായാലും പടത്തിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് ലോക്കായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ വരും ഈ ഓഗസ്റ്റ് 12 എന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. ട്രെയിലർ 15 എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. പടത്തിൻ്റെ ട്രെയിലറാണ് വരുന്നത് 12 എത്ര മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടില്ല. ഒരു പോസ്റ്റർ കൊടുക്കാനാണ് ഇറക്കിയിട്ടുള്ളത്. മുന്നത്തെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ തലപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിൻ്റെ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലുള്ള റൈറ്റ്സ് എടുത്തിരിക്കുന്നത്, എന്ന് വെച്ചാൽ റിലീസിനുള്ള റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ജി സ്റ്റുഡിയോസ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ഈ അഹിംസ എൻ്റർടൈൻമെൻറ്റ് ട്രെയിലർ ഈസ് ഓൺ ഇറ്റ്സ് വേ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. എന്തായാലും പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു, എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ IMAX എന്ന് പറഞ്ഞിട്ട്. ഒരു ഗംഭീര പോസ്റ്ററായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇതിൽ ആ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. ഗോട്ട് ഗ്ലിംസിലൊരു തീയിൽ കൂടെ ഒരു വിജയം ഇങ്ങനെ ഓടിപ്പോകുന്ന രീതിയിൽ കാണിച്ചിരുന്നു. അതിന് ശേഷം നടക്കുന്ന സംഭവം കൊണ്ട് ഈ മുകളിൽ ഒരു റോപ്പുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വിജയ് ചാടുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും വന്നതിൽ ഏറ്റവും ബെസ്റ്റ് പോസ്റ്ററാണിത്. പിന്നെ ഇതിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്ന പോസ്റ്ററാണ്. എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ക്യൂബിൻ്റെ സംഭവമാണ്. ഇത് അടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഷോട്ടാണ്. ഇതിൽ 4 ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ തേർഡ് ലുക്ക് പോസ്റ്ററിൽ തന്നെ വരെ 4 ആൾക്കാരെ കാണിച്ചിരുന്നു. അതിന് ശേഷമുള്ള വലിയ സംഭവമാണോ ഇനിയിപ്പോൾ ആ ടീം വേറെ എന്തെങ്കിലും മിഷനിൽ പോകുമ്പോഴുള്ള സംഭവമാണെന്ന് അറിയില്ല. എന്തായാലും കണ്ടെയ്നറിൻ്റെ മുകളിലാണ് ഇവരൊക്കെ കയറിക്കുന്നത്. മുകളിലൊരു ഹെലികോപ്റ്റർ കാണിച്ചിട്ടുണ്ട്. എനിക്ക് IMAXൻ്റെ പോസ്റ്ററായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ്. നിങ്ങൾക്ക് ഏതാണുള്ള താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പടത്തിൻ്റെ കേരളത്തിലുള്ള റിലീസ് 670 സ്ക്രീനിലായിരിക്കും എന്നാണ് കേൾക്കുന്നത്. അതേമാതിരി തമിഴ്നാട്ടിലും എല്ലാ തിയേറ്ററിലും ഈ പടം ആ ദിവസം കാണിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളതൊക്കെ എന്തായാലും കണ്ടറിയാം. പിന്നെ ഓവർസീസിൽ സിനിമാസിൽ ഉള്ള അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.